ഹായ് ഹലോ നമസ്കാരം വൈശാഖ് ആണ് ഫ്രം ഗോൾഡ് 101.3 FM ആൻഡ് കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ കൂടെ വീണ്ടും ഒരു സെറ്റ് ഓഫ് സെലിബ്രിറ്റീസ് എത്തുകയാണ്. ലൈവ് എന്ന ചിത്രം അങ്ങനെ റിലീസായിരിക്കുകയാണ്. യുഎയിലെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് എത്തിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ പ്രകാശ് സാറുണ്ട്, മമതയുണ്ട്, പ്രിയയുണ്ട്. നമസ്കാരം. സ്വാഗതം. ഹായ് മമത, ഹൗ ആർ യു? ഹൗ ആർ യു സർ? ഹായ് പ്രിയ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയം മുതൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള എക്സ്പീരിയൻസ് പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. കാരണം കൂണുപോലെയാണ് ഓൺലൈൻ മീഡിയ വരുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സാറ് പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽസ് ചെയ്തിട്ടുണ്ട്, സിനിമ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചും ഹിന്ദിയിലും മറ്റു ഭാഷകളിലും ഒക്കെയായിട്ട് ചെയ്തിട്ടുണ്ട്. മീഡിയനെ എങ്ങനെയാണ് സാർ ഇപ്പം ജഡ്ജ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഓൺലൈൻ മീഡിയനെ എങ്ങനെയൊക്കെ? അല്ല, അത് എക്സാക്ട്ലി ഇത് ഒരു സിമ്പിൾ ലോജിക്കാണ്. ആദ്യം വന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ദൂരദർശൻ ന്യൂസ് ആയിരുന്നു. But now it has become so much of media, so much of channels, so much of this. So content creation is very important. അപ്പോൾ അവർ ഒരു ജേർണലിസം കഴിഞ്ഞൊരു മീഡിയ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ അവരുടെ പ്രഷറും ജാസ്തിയാണ്. ദേ ഹാവ് ടു ക്രിയേറ്റ് ന്യൂസ്, ദേ ഹാവ് ടു ഫൈൻഡ് ന്യൂസ്. ഇഫ് ദേ കാൻ ഫൈൻഡ് ഇറ്റ്, ദേ ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. സോ ആ ഒരു പ്രഷറും അവരുടെ ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബ്ലെയിമിങ്, ഇറ്റ് ഈസ് അബൌട്ട് എവറിബഡി ഈസ് ഗോയിങ് ത്രൂ ദെയർ പ്രഷേഴ്സ്. ബട്ട് ദെൻ ആ പ്രഷേഴ്സിനെ എങ്ങനെ നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അൺഎത്തിക്കലായിട്ട് നെഗറ്റീവായിട്ട് അടിച്ചളയും. ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. അതാണ് പറയുന്നത്. അല്ലാതെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തതെന്നല്ല. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് എഫക്റ്റ്. അതായത് ഒരു കണ്ടൻറ്റ് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെക്കാൾ ഉപരി ബാധിക്കുന്ന അവരുടെ കുടുംബത്തിനെ, അവരുടെ പാരൻസിനെ. അതെ അതെ അതെ. അപ്പോൾ അത് യു ഷുഡ് അവോയ്ഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ജോഷി സാർക്ക് സിനിമ നിർത്തിക്കൂടെ, സിനിമ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ ഒരാൾ, വാട്ട് ഇസ് ദർ, വാട്ട് ഇസ് ഹി, ഹൂ ഇസ് ഹി ടു സേ ദാറ്റ്? അത് റോങ് ആണ്. ഈ ലൈവ് എന്നൊരു സിനിമയുടെ കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് വരാനുള്ള റീസണും അത് തന്നെയായിരുന്നു. ഇത് തീർച്ചയായിട്ടും ഇത് എഴുതിയത് സുരേഷ് ബാബുവാണ്. പുള്ളി കുറേ കാലമായിട്ട് മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, പത്രത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്ന ഈ മീഡിയയുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഹീ നോസ് ബെറ്റർ ദാൻ ഓൾ ഓഫ് us. സോ ദാറ്റ് ഈസ് ഹൗ ഹി കെയിം ആൻഡ് ഡിസ്കസ് ദ സബ്ജക്ട് ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. മമത, ഇതിന് മുൻപ് ചെയ്ത ജനഗണമന എന്നുള്ളൊരു സിനിമയ്ക്കകത്ത് പോലും എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ സഭ എന്നുള്ളൊരു ക്യാരക്ടർ ഗോ ത്രൂ ചെയ്യുന്നൊരു പെയിൻ, പിന്നെ മീഡിയ എങ്ങനെയാണ് അതിനെ കാണിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് ഡോക്ടർ അമല എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരുന്നു ആദ്യം ഈ ഒരു കഥ കേട്ട സമയത്ത് തോന്നിയൊരു സ്ഥിതി? ഏറ്റവും കൂടുതൽ സോഷ്യലി റെലവെൻ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ ആർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് തോന്നിയത്. ഇറ്റ് ഡിഡ്ന്റ് ഫീൽ ലൈക്ക് സംതിങ് ദാറ്റ് വാസ് നോട്ട് ഹാപ്പനിങ് അറൗണ്ട് അസ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ ഒരു സബ്ജക്റ്റിനെ വൺ ലൈൻ സുരേഷിൻ്റെ കയ്യിൽ നിന്ന് കേട്ടപ്പോഴും ഐ ഫെൽറ്റ് ദാറ്റ് ഐ വോണ്ട് ടു ബി ദ വൺ ടു ടെൽ ദ സ്റ്റോറി. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ പോർട്രേ ചെയ്തേക്കുന്ന അമല ശ്രീറാം എന്ന് പറയുന്ന ക്യാരക്ടർ ഇസ് എ വെരി റെഗുലർ വുമൺ. I think people are very quick to assume that, okay, Dr. Amla Shriram might be a very strong person because it's being portrayed by me. But as much as possible, I think we all have our strengths and weaknesses as regular women in society. And regular women പ്രതികരിക്കേണ്ട ആവശ്യമില്ല unless it really comes and attacks someone in their immediate circle. അപ്പോഴാണ് കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു അവസ്ഥ വരുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ട് കുറച്ചായി. ഇറ്റ്സ് ഓൾവേസ് എ ബോൾഡ് ഫേസ്, ഓൾവേസ് സമൺ ഹു നോസ് വാട്ട് ഷീ വാണ്ട്സ് ടു ഡു വെൻ എ സിറ്റുവേഷൻ അറൈസസ്. ഇവിടെ അമല ഡസൻറ്റ് റിയലി നോ വാട്ട് ടു ഡു. കുറച്ചൊരു ഹെൽപ്ലെസ്നെസ് ഉണ്ട്. പക്ഷേ ഷീ ഈസ് ഓൾസോ സറൗണ്ടഡ് ബൈ some strong women who inspire her, who motivate her. In fact, Akshita എന്ന് പറയുന്ന ഒരു കുട്ടി, she's playing her, I think her confidant and someone who gives her the right advice and വളരെ സാമർത്ഥ്യത്തോടെയും വളരെ ബോൾഡായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എക്സ് മീഡിയ പേഴ്സണൽ. And she couldn't handle the pressure of media and that's why she has come out of media. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് ഡോക്ടർ അമല ശ്രീറാമിൻ്റെ ഫ്രണ്ടായിട്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും Amala is also a character who finds it more convenient to express to the world behind closed doors. അപ്പോൾ ഫേസ്ബുക്ക് ലൈവ് പോകാനും യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കലൊക്കെയാണ് അമലയുടെ സ്ട്രെങ്ത്. അങ്ങനെയാണ് എല്ലാവർക്കും ഒരു മറയുടെ പിറകിൽ കമൻറ്റ് അടിക്കാനും യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കാനും എളുപ്പമാണല്ലോ. രംഗത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് ഇറ്റ് ഗെറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് നോബഡി വാണ്ട്സ് ടു ഫേസ് ദാറ്റ് ഫയർ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് അമല. ഞാൻ കുറേയായി അങ്ങനെ കുറച്ചൊരു ഭയത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തത്. സോ യാ, ഇറ്റ്സ് ബീൻ വെരി എക്സൈറ്റിംഗ്. പ്രിയയിലേക്ക് അന്ന എന്നൊരു ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. എനിക്കൊന്ന് പ്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഏറ്റവും അധികം ആൾക്കാർ പ്രിയയുടെ ഫസ്റ്റ് മൂവി തൊട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. BBC വരെ പ്രിയയെക്കുറിച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് സൈബർ അറ്റാക്കും പ്രിയ നേരിട്ടിട്ടുണ്ടായിരുന്നു, പലതരത്തിലുള്ള കമൻറ്റുകളിലൂടെ തന്നെ.
ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും ലൈഫിൽ അങ്ങനെ കുറേയധികം അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് പലർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ്. എത്രമാത്രം റിലവൻ്റ് ആയിരുന്നു അന്ന ചെയ്യുന്ന ഓരോരോ മൊമെൻറ്റും അല്ലെങ്കിൽ അന്നയുടെ ക്യാരക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പ്രിയയ്ക്ക്? എനിക്ക് ആക്ച്വലി സർപ്രൈസിംഗ്ലി സിനിമ ചെയ്യുന്ന സമയത്ത് അതിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാനും അന്നയായിട്ട് യാതൊരു സമയം തോന്നിയിട്ടില്ല. ഓക്കെ ഷീ ഈസ് ഗോയിങ് ത്രൂ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ഓക്കെ എനിക്ക് ആദ്യത്തെ ഫിലിം കാണുന്ന സമയത്താണ് അയ്യോ ഇതിലൊക്കെ എന്തൊക്കെയോ ഞാൻ എവിടെയൊക്കെയോ കടന്നുപോയ സിറ്റുവേഷൻസ് ചെറുതായിട്ട് അവിടെ ഇവിടെ വരുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോഴാണ് എനിക്ക് തോന്നിയത്. ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ രണ്ടുപേരും പോയിട്ടുള്ള സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബട്ട് അല്ല, ഇറ്റ്സ് ദ സെയിം തിങ്. അതിൻ്റെ ഒരേ കാര്യത്തിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണെന്നുള്ളത് സിനിമ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് എനിക്ക് ഐ കുഡ് ഫീൽ ലൈക്ക് ഐ കുഡ് റിലേറ്റ് ടു അന്ന. ഇപ്പോൾ സിനിമ കണ്ടിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നതിലും ഇന്നൊക്കെ മെസ്സേജ് അയക്കുന്നതിൽ ഗിരിജ തിയേറ്റർ ഓണർ അവരൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ദേ ആർ ഓൾ ഗോൺ ത്രൂ ലോട്ട് ഓഫ് അറ്റാക്സ്, സൈബർ അറ്റാക്സ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഈ പടം ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നുന്നു, ഭയങ്കരമായിട്ട് അവരെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ സാറിൻ്റെ ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരുപാട് ചിത്രങ്ങളിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നു. ഇപ്പം മൂന്നാമതൊരാൾ എന്നൊരു ചിത്രം എടുക്കാം, അല്ലെങ്കിൽ മുല്ലവള്ളിയും തേനും, അതിനകത്ത് ഛായാ സിംഗ് ചെയ്ത ആ ഒരു ക്യാരക്ടർ, പുള്ളിക്കാരിയാണ് ചാക്കോച്ചനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റായി ചെയ്ത ഒരുത്തി എന്നുള്ളൊരു പടമാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഒരു പടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വൈ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിനിമകൾ കൂടുതലും സ്ത്രീകൾക്കൊരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ സാർ ഇത്രയും ആഗ്രഹം? ഞാൻ ആക്ച്വലി എൻ്റെ പുനരധിവാസം തൊട്ട് എടുത്തു കഴിഞ്ഞാൽ എവറി ഫിലിം ഹാസ് വുമൺ ഹാസ് വെരി എന്താ പറയുക സ്ട്രോങ് ക്യാരക്ടേഴ്സ്. എന്നും ബ്യൂട്ടിഫുൾ ഉണ്ട്, ട്രോമ ലോഡ്ജിലുണ്ട്. എല്ലാ സിനിമകളിലും ആ വുമൺ പവർ ഇസ് ഓൾവേസ് ദയർ ഇൻ ദാറ്റ് എനി ഫിലിംസ്, ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി സറൗണ്ടഡ് ബൈ മെയിൽ സ്റ്റോറീസ്, ദർ ഇസ് ലോട്ട് ഓഫ് ഫീമെയിൽ സ്റ്റോറീസ് വിച്ച് ഇസ് അൺടാപ്ഡ്. വൺ. നമ്പർ ടു, നമ്മുടെ പഴയ സാഹിത്യവും ലിറ്ററേച്ചറും എടുത്തു കഴിഞ്ഞാൽ ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ട് വുമൺ ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ടാണ് നമ്മുടെ പഴയ സിനിമകളിൽ വുമൺ ക്യാരക്ടേഴ്സ് വെരി സ്ട്രോങ് ബിക്കോസ് ദേ വർ അഡാപ്റ്റിംഗ് ഇറ്റ് ഫ്രം നോവൽ. പിന്നെ ഇതിൽ അതേപോലെ ഇപ്പോൾ മമതയുടെ ക്യാരക്ടർ പറയാം, ഡോക്ടർ അമല ശ്രീറാം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ചോദിക്കാം ഇതെന്താണ്, ആ ഒഴുക്കിലെങ്ങനെ പോകുന്നു, അവിടെ വന്ന് സാഹചര്യങ്ങളിലൂടെ അങ്ങ് പോകുന്നു, അങ്ങനെ റിയാക്ട് ചെയ്യുന്നു, കൺഫ്യൂഷനാണ് റിയാക്ട് ചെയ്തു. അല്ലാതെ എനിക്ക് വേണമെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ഹീറോയിൻ ആക്കാം, അവിടെ റിവഞ്ച് ചെയ്യാം, പ്രൊവോക്ക് ചെയ്യാം, ഫൈറ്റ് ചെയ്യാം. അത് ഞങ്ങൾ ബോധപൂർവം എടുത്തിട്ടുള്ളൊരു ഡിസിഷനാണ്. അത് ഞാൻ പറഞ്ഞപ്പോൾ പോലും സുരേഷ് അതിന് ഭയങ്കരമായിട്ട് ആക്ച്വലി ഹി വാസ് എഗൻസ്റ്റ് ഇറ്റ് ബിക്കോസ് ഹി സെഡ് ദാറ്റ് ഇറ്റ് ഈസ് എ വെരി കൺവെൻഷണൽ തിങ് വേർ വി heroine going and fighting things out. Here, that is why we took a very significant step that she should be impulsive. She should be wandering around. Kidhar, what, how, what should I do? പിന്നെ മൊബൈൽ ഒരു ആയുധമാണ്, അല്ലെങ്കിൽ ഒരു 3.5 മില്യൺ പീപ്പിൾക്ക് അത് പോരല്ലോ. ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ദാറ്റ് ഇസ് നത്തിങ്. അതെ അതെ അതെ. നമുക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയിട്ടുണ്ട്, അതായത് ഇന്നത്തെ കാലത്തെ ഒരാൾ ഇപ്പോൾ സാർ പറഞ്ഞത് തന്നെ ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും പറയാം എന്നൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്ക് കാണാം ഇഷ്ടം പോലെ ചാനൽസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. പക്ഷേ അത് നല്ല വൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഇതിനൊക്കെ ഒരു സെൻസറിങ് പ്രോപ്പറായിട്ട് വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു തോട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? സ്വന്തമായിട്ട് അനുഭവത്തിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? സോഷ്യൽ മീഡിയ വളരെ പോസിറ്റീവ് രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ലൈക്ക് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഐ കൺസ്യൂം. അല്ല, ഞാൻ കൺസ്യൂം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ഡോഗ് വീഡിയോസ് ഓർ സോ ഐ എം കൺസ്യൂമിങ് തിങ്സ് വിച്ച് വിൽ bring me some sort of joy and happiness. So it also depends on what you choose to dwell on, okay, and how you want to use social media. But people who otherwise don't get much attention, I think they're the ones who really enjoy spending a lot of time on this for the wrong reasons. Automatically ഒരു നെഗറ്റീവ് കമൻറ്റ് എവിടെയെങ്കിലും ഇടുന്ന സമയത്ത് I think മനുഷ്യൻ്റെ ബിഹേവിയർ ആണ് that normally we will pay more attention to that negative comment than the positive one. അതെപ്പോഴെല്ലാം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ എനിക്ക് നെഗറ്റീവ്? 100%, yeah. I mean, I'm human. അപ്പോൾ ഓട്ടോമാറ്റിക്കലി How will you deal with that? One is, I think at the beginning of my career, I was very പേടി തോന്നിയിട്ടുണ്ട്, ഇത് ഇട്ടേച്ചിട്ട് പോകണം തോന്നിയിട്ടുണ്ട്. Because I was never, ആദ്യം തന്നെ പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ Mamta, you never thought you will end up in this industry, and then you're here and you're getting hated on. Leave it, go do something else, there's a much better world out there എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. That's all internal dialogue.
But then, movies also, I think an average response to a film or someone criticizes you, it's also in turn becomes, oh, I want to prove you wrong, I'm better than your comment. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരും. അങ്ങനെയാണ് തരംതാണ് like we like we overcome these hurdles and then we learn to get stronger. പിന്നെ മെല്ലെ we get into ignorance of it. Okay. You learn to live with it, you learn to ignore it with a pinch of numbness. So yeah, that's the best way to handle it. പിന്നെ criticism എന്തായാലും ഹെൽത്തി രീതിയിൽ അത് എടുക്കാൻ പഠിക്കണം. അത് ഞങ്ങൾ പഠിക്കാൻ, ഐ തിങ്ക് കംസ്, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജോബ്. ഓക്കെ. സർ, ഇപ്പം മമത പറഞ്ഞതിൽ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. ഇപ്പം മൂവി റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പല മൂവി ഗ്രൂപ്പ്സ് ഇപ്പം ഭയങ്കര ആക്റ്റീവാണ്. ആക്ച്വലി റീസെൻ്റ്ലി 2 ഗ്രൂപ്പിൽ ഞാൻ ലീവായി പോയി. കാരണം എനിക്ക് അതിനകത്തുള്ള വഴക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് അവിടുന്ന് എക്സിറ്റ് അടിച്ചിങ്ങി പോകുന്നത്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 ഗ്രൂപ്പ്. ഞാൻ ആ എക്സിറ്റ് അടിച്ചിൽ പെടുന്ന ആളാണ്. ഓക്കെ, അത് ഏതാണെന്നുള്ള കാര്യം പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതും ഒരു പരിധി വിടുന്നതായിട്ട് സാറിന് തോന്നുന്നു. തീർച്ചയായിട്ടും അതെ. കാരണം ഫിലിം ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഐ സ്റ്റഡിഡ് ഇൻ സ്കൂൾ ഓഫ് ഡ്രാമ. സോ സ്റ്റഡി വി ഹാവ് എ കോഴ്സ്, ഇറ്റ്സ് കോൾഡ് ഫിലിം അപ്രിസിയേഷൻ. ആൻഡ് Pune Film Institute also has running a course saying film appreciation. ഓ, ഓക്കെ ഓക്കെ. ഫിലിം അപ്രിസിയേഷൻ ഉണ്ട്. അതൊരു മാസത്തെ കോഴ്സാണ്. I don't know how many people would have done that, because to do a very serious review. Okay. Others, as you said, I have a YouTube channel. Yeah. Why are they doing it? They do a lot of negative stuff for what? To get the TRP. So it doesn't make sense like that, But as you ask me, everybody has freedom. Everybody can do whatever they want to do. So അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ സ്വന്തമായിട്ട് ഇതൊന്നും മനസ്സിലാക്കി ഇതിനുള്ളൊരു ടെക്നിക്കൽ എന്തെങ്കിലും സ്റ്റഡീസൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് തന്നെ അതിനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. യു ക്യാൻ ഡു റിവ്യൂവിങ് ഇൻ എ മോർ സെൻസിബിൾ വേ. ഓക്കെ. ഇപ്പോഴത്തെ എന്താ പറയുക, ഈ മഴയത്തൊന്ന് ഡാൻസ് കളിക്കുന്ന പോലെ അല്ലാതെ. ഓക്കെ. മമത ആൻഡ് പ്രിയ, ഇപ്പോൾ കാണുന്ന ഒരുപാട് ഫീമെയിൽ ഓഡിയൻസ് നമുക്കുണ്ടായിരിക്കും. പല ആൾക്കാർക്കും, പ്രത്യേകിച്ചും ഇവിടെ കുറച്ചുകൂടി ശക്തമാണ് സൈബർ നിയമം നമ്മളിരിക്കുന്ന ഈ ഒരു കൺട്രിയിൽ. ഈവൻ ദോ ഇന്ത്യയിൽ നിയമം ഉണ്ടെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ അങ്ങനെയല്ല. ഇവിടെ വളരെ ശക്തമായിട്ടുള്ള സൈബർ നിയമമുള്ളൊരു കൺട്രിയാണ് UAE എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അത്രയും അധികം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു കൺട്രി കൂടിയിട്ടാണ്. ഇത് കാണുന്ന നാട്ടിലുള്ള ഒരുപാട് മലയാളി സ്ത്രീകളെടുത്ത് അവർ ഇത്തരത്തിലുള്ള അറ്റാക്ക് പലപ്പോഴും നേരിടുന്നത്, പ്രത്യേകിച്ചും അവരിടുന്ന ഡ്രസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഒരു റീൽ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ അവരൊക്കെ പല സൈബർ അറ്റാക്ക് ആംഗ്ലമാർ ഇറങ്ങുകയാണ്, സദാചാര പോലീസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടികളുടെ എന്താണ് മമത പറഞ്ഞു കൊടുക്കുന്ന ഒരു മെസ്സേജ്? I don't know. I'm no one to give a message to women who feel that they don't have the freedom to do something. But since you brought, since we are sitting in Dubai, I also feel that, it is an Islamic country. We know that the system has laws and rules that we need to fear, or we need to respect. Yeah. Rather, fear and respect, they kind of work hand in hand. Generally we do take the liberty to wear whatever we want to wear, but we are also mindful at the same time of dressing appropriately for that event or for that place. നാട്ടിൽ there is a form of expressing yourself. ഞാൻ ബോൾഡാന്ന് കാണിക്കാനും, ഞാൻ I stand up for myself or my views എന്ന് കാണിക്കാനും, or to isolate themselves in a way that they will get more attention, പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുണ്ട്. That is inappropriate according to me. Okay, because സ്ഥലം നോക്കിയിട്ടും ഇത് നോക്കിയിട്ടും എല്ലാവരും റെസ്പെക്ട് ചെയ്തിട്ടൊക്കെ വേണം വസ്ത്രം ധരിക്കാനും എന്നതൊക്കെ. So I don't know what exactly to be. I don't even know if I'm responding like perfectly to your question, because I don't think I got what exactly you're trying to ask me എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ. അതായത് ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ പലതരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ നേരിടുന്നുണ്ടായിരിക്കും അല്ലേ? പലതരത്തിലുള്ള കമൻറ്റുകളായിട്ട്, അല്ലെങ്കിൽ പല ട്രോൾ വീഡിയോസ് ആയിട്ട്, മീംസ് ആയിട്ട്. എന്നുള്ളൊരു വേറൊരു ക്വസ്റ്റനബിൾ ആണല്ലോ. ഓക്കെ. ഇപ്പം നമ്മൾ ഈ സിനിമയോട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ, ദിസ് ഇസ് ആൻ ആബ്സല്യൂട്ട്ലി ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇതിനകത്ത് വിക്ടിമായിട്ട് വരുന്നത്. സോ അത്തരത്തിൽ ആൾക്കാർ ശരിക്കും സഫർ ചെയ്യുന്നുണ്ട്. ദ റിയൽ വിക്ടിംസ് ആർ ആക്ച്വലി സഫറിങ്, ബട്ട് ദോസ് ഹു ഡു അതർ തിങ്സ് ടു ഗെറ്റ് മീഡിയ അറ്റൻഷൻ, they want that attention, and they
like to victimize themselves on social media. അത് വേറൊരു വശം കൂടെയുണ്ട് അതിന്. So it's a very difficult topic to discuss. It is actually a very it's a very broad topic to discuss. You have something to say about it? ഇപ്പം അങ്ങനെ ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കാനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമുക്കങ്ങനെ ഒരു റൂൾ ബുക്ക് ഒന്നും ഇല്ലല്ലോ, ഒരു ഡു ആൻഡ് ഡോണ്ട് എന്ന സംഭവം നമുക്കില്ല അതിനെ പറ്റിയിട്ട് പറയാൻ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഡു സംതിങ് ടു ചേഞ്ച് ദാറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഡോണ്ട് കംപ്ലെയിൻ അബൌട്ട് ഇറ്റ്. 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പം ഇഫ് യു ആർ യുനോ if you decide to post something that is, bold, be bold-ന്റെ ഈ ബോൾഡ് എന്ന് പറയുന്ന ടേമിൻ്റെ ഡെഫിനേഷൻ തന്നെ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബട്ട് ഇൻ എവറിബഡീസ് ടേംസ് ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് ദാറ്റ് ഐ വോണ്ട് ടു പോസ്റ്റ് സംതിങ് ബോൾഡ്, അപ്പോൾ ദെൻ ബി റെഡി ടു ഫേസ് ദ റിപ്പർക്കഷൻസ്. അതിനൊരു കോൺസിക്വൻസസ് ഉണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം അത് റെഡിയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ലൈക്ക് ഐ ഹാവ് personally become very thick-skinned and numb towards these things in these 5 years. So അങ്ങനെ I think gradually you will develop that. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എത്ര നാൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രിയയുടെ കരിയറിൽ? അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. കുറച്ച് സമയം എടുത്തെന്നാൽ ഇറ്റ് ഹാപ്പൻ ഗ്രാജുവലി. അത് ഞാൻ ആസ് എ പേഴ്സൺ ഗ്രോ ചെയ്യുന്നതോടുകൂടി ഉണ്ടായതാണ്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ചേച്ചി പറഞ്ഞ പോലെ ഇഗ്നറൻസ് ആണല്ലോ, പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. യു ആക്സെപ്റ്റ് ദാറ്റ് ദിസ് ഇസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് യുവർ ജോബ്. അപ്പോൾ ഒരു കോയിന് 2 സൈഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഇഫ് ദസ് ഗുഡ് ദസ് ബാഡ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ദസ് നോ വൈനിങ് ഓർ കംപ്ലൈനിങ് അബൌട്ട് ഇറ്റ്. സർ, ഷൈൻ ചെയ്ത ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാമോ? അദ്ദേഹം എന്താണ് ഈ ഒരു സിനിമയിൽ ചെയ്യുന്നത്? പടം കണ്ടിട്ടില്ല. അല്ല, ഷൈനെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇറ്റ് ഹാസ് ടു ബി വാച്ച്ഡ്. ബട്ട് ഹീ ഈസ് റെപ്രസെൻറ്റിങ്, ഇതെല്ലാം റെപ്രസെൻറ്റേഷൻസ് ആണ്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും റെപ്രസെൻറ്റേഷൻസ് ആണ്. വിക്ടിം റെപ്രസെൻറ്റേഷൻ, ഫൈറ്റിംഗ് റെപ്രസെൻറ്റേഷൻ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ. അപ്പോൾ ഈ ഈസ് പ്രസൻറ്റിങ് ക്യാരക്ടർ വാസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് എവർ ഹാപ്പൻ. അതേ ഒരു മീഡിയ പേഴ്സൺ ആണ് ഇതിനകത്ത്. മീഡിയ പേഴ്സൺ. ഓക്കെ, തെറ്റ് തിരുത്താത്ത ഒരാളായിട്ടാണെന്നാണ് ഞാൻ. അങ്ങനെയാണോ? അങ്ങനെ ഇതിപ്പോൾ തെറ്റ് തിരുത്താം, തിരുത്താതിരിക്കാം. ഡിമാൻഡ് ഉണ്ട്, ന്യൂസിന് ഡിമാൻഡ് ഉണ്ട്, അത് നമ്മൾ അതിലേക്ക് തന്നെ വരികയാണ്. പറയുന്നുണ്ട്. സർ, ഇപ്പോൾ പല മുഖ്യധാരാ മാധ്യമങ്ങൾ, നമ്മൾ എപ്പോഴും പറയുന്ന പത്രങ്ങളാവട്ടെ, ഓൺലൈൻ ആവട്ടെ, TV ചാനലാവട്ടെ, ഒരു വാർത്ത വന്നു, അത് തെറ്റാണെന്ന് അറിയുകയാണെങ്കിൽ അത് തിരുത്താൻ പലപ്പോഴും തയ്യാറാവാറില്ല. അല്ലെങ്കിൽ അത് ഫ്രണ്ട് പേജിൽ അതിൻ്റെ ഒരു വാർത്ത കൊടുക്കാൻ പോലും അവർ തയ്യാറില്ല. കാരണം എപ്പോഴും അങ്ങനെ ആൾക്കാരുടെ ജീവിതം സ്പോയിലായി. അതെ അതെ. കാരണം മിസ്റ്റേക്ക് ഹാപ്പൻസ് ആൻഡ് ദെൻ കറക്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു കോളത്തിന് പിന്നാലെ എവിടെയെങ്കിലും കൊടുക്കും. അതെ അതെ. സോ ഇറ്റ് ഹാസ് സ്പോയിൽഡ് പീപ്പിൾസ് ലൈഫ്. നൗ സിൻസ് യു ഹവ് ആസ്ക്ഡ്, ദാറ്റ്സ് ഓൾസോ വി ടോക്ക് അബൌട്ട് ദാറ്റ് പ്രോബ്ലം ഓൾസോ. ഗ്രേറ്റ്. അൽഫോൺസിന്റെ മ്യൂസിക് ഇതിനകത്ത് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അയ്യോ, അൽഫോൺസിന്റെ മ്യൂസിക് വൺ ലെയർ ഓഫ്, അതായത് ഈ സിനിമേനെ ഇങ്ങനെ ഒട്ടിച്ചു നിർത്താൻ. അതായത് ഇമോഷൻസ് നമുക്ക് പറയണം, പറയാതിരിക്കാൻ പറ്റില്ല സിനിമയിൽ. ഇപ്പോൾ ഒരു പുതിയൊരു വേർഡ് ഉണ്ടല്ലോ, ലാഗ്. ഈ ലാഗ് എന്ന് പറയുന്ന വേർഡ് അത് മനുഷ്യൻ്റെ മനസ്സിൽ കാണുന്നവൻ്റെ മനസ്സിലെ ലാഗാണ്. അല്ലാതെ നമ്മൾ സിനിമ അന്ന് അവിടെ കുറച്ച് ലാഗ് ഇടാം, നമ്മുടെ കുറച്ച് ലാഗ് കട്ട് ചെയ്യാം, അങ്ങനെ ഒരു സാധനമില്ല. കാരണം നമ്മളൊരു 25 ആളിരുന്ന് കണ്ട് ലാഗ് ഫീൽ ചെയ്യാത്തൊരു സാധനമാണ് നമ്മൾ ഇടുന്നത്. അല്ലെങ്കിൽ അവിടെ ലാഗ് ഉണ്ടല്ലോ, നമുക്കത് വെക്കാമല്ലേ, വീട്ടിൽ നമ്മൾ കട്ടിയില്ല ലാഗ് ഉണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഈ ലാഗ് എന്നുള്ള സാധനം ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു, മലയാള സിനിമയല്ല, മലയാള സിനിമയിൽ കൂടുതലാണത്, ഏറ്റവും വലിയ ശാപമാണ്. ഇപ്പോൾ ഒരു പടം കൊണ്ട് എങ്ങനെയുണ്ട് അഭിപ്രായം? കുറച്ച് ലാഗ്. അതുമായി ലാഗൊന്നും ഇല്ല കേട്ടോ, അല്ല പടം ഒരു വാക്കൊക്കെ പഠിച്ചു വെച്ചാൽ പിന്നെ ലാഗേ ഇല്ല, ലാഗൊന്നും ഇല്ല കേട്ടോ പടം. ലാഗൊന്നും ഇല്ലേ? ലാഗിന് വേണ്ടിയിട്ടാണോ പടം ഉണ്ടാക്കുന്നത്? ലാഗൊന്നും ഇല്ലാന്ന് നമുക്ക് എന്തൊരു കോൺട്രിബ്യൂഷൻ കിട്ടിയ പോലെ. അതെന്താണ് ലാഗ്? എനിക്കറിയില്ല ലാഗ്. നമ്മളൊരു സിനിമ ചെയ്ത് നമ്മൾ കാണുമ്പോൾ, സ്റ്റുഡിയോയിലോട്ട് കാണുമ്പോൾ, ഈ വി ഫീൽ ദാറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദ സ്റ്റോറി ടെല്ലിംഗ്, പക്ഷേ ദർ ഇസ് സം കൈൻഡ് ഓഫ് പേസിങ് വാട്ട് വി നീഡ് ഫോർ ദ ഫിലിം. ഇമോഷൻസ് പറയുമ്പോൾ ഇമോഷൻസ് പറയണം. അതിനോടൊരു പേഷ്യൻസ് ഉണ്ടായിരുന്നു പണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഭരതൻ സാറ്, പത്മനാഭൻ സാറ്, മോഹൻ സാർ എന്നൊക്കെ പറയുന്നില്ലേ, അവർ ചെയ്ത ക്രിയേഷൻസ് എല്ലാം ഇമോഷൻസ് ഉണ്ടായിരുന്നു. അന്ന് ലാഗ് എന്നുള്ള വേർഡില്ല. ഈ ലാഗ് വന്നതാണ് ഏറ്റവും വലിയൊരു ശാപമായത്. ഈ ലാഗ് എല്ലാവരുടെ മനസ്സിലും ലാഗാണ്.
അല്ല തിയേറ്ററിൽ തന്നെ ഇപ്പോൾ ഒരു 2 beats of silence ഒരു ക്യാരക്ടറുടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്. ഞാൻ എൻ്റെ പുനരധിവാസം ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. വെസ്റ്റേൺ ക്ലാസിക്കൽ വളരെ മിനിമൽ, ബിക്കോസ് വി ക്യാൻ ഗോ വിത്ത് സൈലൻസ്. ഇന്ന് സൈലൻസ് ഇടാൻ പറ്റില്ല, കാരണം ലാഗ്. അപ്പോൾ പറയും ലാഗ്. No, it's I mean ആ ഒരു വേർഡ് എനിക്ക് ഇതുവരെ it's maximum it's 3 beats they can അപ്പോഴൊക്കെ ഫോൺ നോക്കി it's flip നോക്കി yeah നോക്കി. like what is People don't have patience to watch or respect an art form where people have struggled and kept down. Give that 1.5 hours of respect, 2 hours of respect. Maybe in his language it may be lagging, it may be varying. Okay. You give some patience. See, lot of things matters for it. നമ്മുടെ മൈൻഡ് സെറ്റ്, നാളെ സിനിമ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണോ അതനുസരിച്ചിട്ടിരിക്കും നമ്മുടെ വ്യൂയിങ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ സ്ട്രെസ്സിൽ വന്ന് നമ്മൾ സിനിമ കാണുമ്പോൾ it will have that, or if you have something to do after the film it will lag. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴേ അത് ഒരു സാധനം ഇപ്പോൾ പെട്ടെന്ന് എത്തണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എത്തേണ്ട ഒരു അവസ്ഥ. ഇപ്പം നമുക്കൊന്നും വേണ്ട, നമുക്കൊന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടി, പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റക്കായിരിക്കുകയാണ്. പക്ഷെ നമുക്ക് പോകണം. പക്ഷെ നമുക്ക് എല്ലാം റൗണ്ട് സ്ലോ മോഷനിൽ കാണും. എവരിബഡി വിൽ ബി മൂവിങ് ഇൻ സ്ലോ മോഷൻ അല്ലേ? അപ്പോൾ ഇവരെന്താ ഇങ്ങനെ സ്ലോ ആയിട്ട് പോകണം, ഇയാളെന്താ സ്ലോ ആയിട്ട് പോകണം? real incidents ഇതൊക്കെ അങ്ങനെ വരും. ഇറ്റ് ഈസ് അനുഭവങ്ങളാണ്. സോ ഈ ലാഗാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. സിനിമയ്ക്കുണ്ട് ലാഗൊന്നുമില്ല, പിന്നെ കുഴപ്പമില്ല. കുഴപ്പത്തിന് വേണ്ടി ആരെങ്കിലും സിനിമ ഉണ്ടാക്കും. നമ്മൾ സിനിമ ഉണ്ടാക്കി നന്നായിട്ടുണ്ടോ അല്ലെങ്കിൽ നന്നായിട്ടില്ല, എങ്ങനെയുണ്ട് കുഴപ്പമില്ല, കുഴപ്പത്തിന് വേണ്ടി കല്യാണം സിനിമ ഉണ്ടാക്കി ആരും. ഞാനെന്നല്ല, നോബഡി ഇൻ ഇൻഡസ്ട്രി, നോബഡി ഒരു ഫിലിം മേക്കറും എന്നാൽ കുറച്ച് കുഴപ്പത്തിന് ഒരു സിനിമ ഉണ്ടാക്കി വെക്കാം, ഉണ്ടാക്കി വെക്കില്ല. പല യങ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഒക്കെ തന്നെ സംസാരിക്കുമ്പോഴും ഇതേ വിഷയം തന്നെ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലാഗ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കുറെ ടേംസ് കൊണ്ടുവരുന്നുണ്ടായിരിക്കും. കുറച്ചധികം പ്രഷർ വരുന്നുണ്ടോ ഈ സിനിമാ പ്രവർത്തകർക്ക്? അല്ല, തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ 3 ഫീറ്റ് കഴിഞ്ഞാൽ ലാഗ് ഒന്നുകൂടെ അടിച്ചോ, 2 ഈ എഡിറ്റിംഗ് ടേബിൾ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ അതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? നന്നായിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കുന്ന അതല്ല. ആദ്യം ചിന്തിക്കുന്നത് ഹൗ ടു ടെൽ എ സ്റ്റോറി ബ്യൂട്ടിഫുള്ളി വിത്തിൻ ദ റിക്വയർഡ് പീരിയഡ്. Then we will see it again and see that what sequences we needed, what we don't need sequences to tell the story. Whether we need a close-up, we need a long shot, all that will analyze. Then ഒരു 10-20 ആളുകൾ കണ്ട് ഇവരൊക്കെ തന്നെ എല്ലാ സിനിമയ്ക്കുള്ള പ്രോസസ് ആട്ടോ. ഇറ്റ്സ് നോട്ട് ഓൺലി ടോക്കിംഗ് അബൌട്ട് മൈ സെൽഫ്, അവർ ഫിലിം. ഐ എം സെയിങ് എവറി ഫിലിം മേക്കർ ഗോ ത്രൂ ദിസ് പ്രോസസ്. സോ ഹൗ ക്യാൻ ഐ സിറ്റ് ആൻഡ് സേ ദറ്റ് ഇറ്റ് ഈസ് ലാഗ്? എനിക്ക് മനസ്സിലായിട്ടില്ല, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേണിംഗ് വാട്ട് ഇസ് ലാഗ് മീൻസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെടുത്തും എന്താണ് പറയുന്നത്? തിയേറ്ററിലേക്ക് വീക്കെൻഡാണ് ഇവിടെ UAE ഒരുപാട് പ്ലാൻസുമായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. സോ എന്ത് പ്രതീക്ഷിപ്പാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് വരേണ്ടത്? ടു പ്രിയ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇമോഷണലി എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിയേറ്ററിൽ വരാം. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇങ്ങനെ അറ്റ്ലീസ്റ്റ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മുടെ അറിവിലൊരാൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലൊരു തോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഈ വീക്കെൻഡ് കാണാൻ പറ്റിയ, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ത്രില്ലറാണ് ലൈവ് വിത്ത് വെരി ഗുഡ് പെർഫോമൻസസ്, സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഗുഡ് ഡയറക്ഷൻ ഓൾസോ. very good direction is jokes apart. I think I believe that Live is a very good film. തീർച്ചയായിട്ടും it will not disappoint anybody. ഒരു വെൽ ടോൾഡ് സ്റ്റോറിയാണ് ആൻഡ് ഇറ്റ്സ് എ വെൽ മെയ്ഡ് ത്രില്ലർ ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് ദി ഇൻറ്റൻഷൻ ടു എൻ്റർടൈൻ, but packed with a very very important and vital social message, which is extremely relatable to everybody who uses the mobile phone and who watches news. ഓക്കെ, നമ്മൾ സാറിനടുത്ത് ആ ഒരു വൈൻഡപ്പ് മെസ്സേജിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പം പല സിനിമകളിലും ഭയങ്കര വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് സീക്വൻസ് കാണാൻ ഭയങ്കര കുറവ്. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നാണ് ചിട്ടിക്കുരുവി എന്നുള്ളൊരു പാട്ട്. നമ്മുടെ റേഡിയോയിൽ സ്ഥിരം കേൾപ്പിക്കുന്ന പാട്ടുകളൊന്നാണ് ചിട്ടിക്കുരുവി. അതോടൊപ്പം തന്നെ കാണാ കണ്ണിൽ എന്നുള്ള പാട്ട്, അതും സാർ ചെയ്ത പാട്ടാണ്. അല്ലെങ്കിൽ നിലാവിൻ്റെ തൂവൽ തൊഴുന്ന പോലെ എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. ആ രാത്രിയുടെ ആ ഒരു ബ്ലൂ ലൈറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ആ ഒരു കർട്ടൻ കൈൻഡ് ഓഫ് വൈറ്റ് കളർ ക്ലോത്ത് ഒക്കെ ആയിട്ട്. എന്നിനി അങ്ങനെ ഒരു പാട്ട് പ്രതീക്ഷിക്കുക?
ഇന്നിപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ lag കാരണം നമ്മൾക്ക് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്, ഇപ്പോൾ പല മ്യൂസീഷ്യൻസിനെയും കാണുമ്പോൾ പറയാം, നമ്മൾ സിനിമ പാട്ടുണ്ടാക്കാൻ വേണ്ടി സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ്. വി വോണ്ട് ടു ക്രിയേറ്റ് സോങ്സ്, ഗുഡ് സോങ്സ്. അതിന് വേണ്ടിയിട്ട് സിനിമ ഉണ്ടാക്കാൻ ആഗ്രഹം സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നത് പറ്റില്ല. കാരണം സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പാർട്ടായിട്ട് സോങ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാഗ് എന്നുള്ള വേർഡ് വരും. ആൾക്കാർ പണ്ടൊരു കാലഘട്ടത്തിൽ സിഗരറ്റ് കഴിക്കാൻ പോകും ആൾക്കാർ. പക്ഷെ അങ്ങനത്തെ ഒരു കാലഘട്ടം വരണം. കാരണം ഇപ്പോൾ അത് വന്നാൽ വിഷ്വലി ഇറ്റ് വിൽ ബി സോ ബ്യൂട്ടിഫുൾ. നല്ല രസമായിട്ട് അത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവൺ ഇഫ് ഇറ്റ്സ് എ ഭാർഗീയ നിലയത്തിൻ്റെ അഡാപ്റ്റേഷൻ ആണെങ്കിലും നീർവെളിച്ചത്തിലൊക്കെ അവർക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ബിക്കോസ് ഇറ്റ്സ് എ റീക്രിയേഷൻ ഓഫ് ആൻ ഓൾഡ് ഫിലിം. അപ്പോൾ അതാണല്ലോ സി സിനിമ ഈസ് എ ബ്യൂട്ടിഫുൾ മീഡിയം. ദർ ഇസ് ആർട്ട്, മ്യൂസിക്, ഡ്രാമ, എവറിത്തിങ് ഇൻകോപ്പറേറ്റഡ് ആണ്. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു അവസരം വരട്ടെ. കാരണം ഈ ലാഗ് എന്നുള്ള ശാപം നമ്മുടെ സിനിമയിൽ നിന്ന് മാറി കിട്ടിയിട്ട് വേണം നല്ല പാട്ട് വെച്ച സിനിമ ചെയ്യാൻ. സാർ ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ പടം കാണാൻ പോവുകയാണ്. ആശംസകളും. താങ്ക് യു സോ മച്ച് നമ്മൾ സംസാരിച്ചതിന്. ആൻഡ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ഇവിടെ ഈ ഒരു ചിത്രം എത്തിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ തന്നെ പോയി കാണുക ലൈവ്.